അനധികൃതമായി തെരുവുവിളക്കുകൾ സ്ഥാപിച്ചത് ക്രമവൽക്കരിക്കാനായി പണം ആവശ്യപ്പെട്ട് KSEB നഗരസഭയ്ക്ക് നൽകിയ കത്ത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ശനിയാഴ്ച അടിയന്തര യോഗം വിളിക്കാൻ ചാലക്കുടി കൗൺസിൽ യോഗത്തിൽ തീരുമാനം. KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ചർച്ച നടത്താനാണ് തീരുമാനം. KSEB നൽകിയ കത്തിൽ ക്രമക്കേടുള്ളതായി സ്വതന്ത്രാംഗം VJ ജോജിയാണ് കൗൺസിൽ ഉന്നയിച്ചത്. 3 വർഷം മുൻപ് 295 തെരുവ് വിളക്കുകൾ അനധികൃതമായി കത്തിക്കുന്നുണ്ടെന്ന് കാണിച്ച് വാർഡ്, പോസ്റ്റ് എന്നിവയുടെ നമ്പറുമടക്കം KSEB നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി ജോജി യോഗത്തെ അറിയിച്ചു. KSEB ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത് ക്രമവൽക്കരിക്കാനായി 10.75 ലക്ഷം രൂപ നഗരസഭ KSEBയിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ 100-ൽ താഴെ ലൈറ്റുകളുടെ ക്രമവൽക്കരണം മാത്രമാണ് നടത്തിയതെന്ന് ഭരണപ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ ആരോപിച്ചു. ഇത് സംബന്ധിച്ച ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് കഴിഞ്ഞയാഴ്ച ലൈറ്റുകൾ ക്രമവൽക്കരിക്കാനായി KSEB പുതിയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 3 വർഷം മുമ്പ് നൽകിയ നോട്ടീസിലെ ഭൂരിഭാഗം പോസ്റ്റുകളും ക്രമവൽക്കരിക്കുന്നതിനായി പുതിയതായി നൽകിയ 225 പോസ്റ്റുകൾ ഉൾപ്പെടുന്ന നോട്ടീസിലുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ അടുത്ത ദിവസം പ്രത്യേക യോഗം വിളിക്കുമെന്ന് ചെയർമാൻ ഇൻചാർജായി വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അറിയിച്ചു. തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികളുടെ നടത്തിപ്പിലും ആരോപണമുയർന്നു. പുതിയ കരാറുകാരൻ കൃത്യമായി അറ്റകുറ്റപ്പണികൾക്ക് എത്തുന്നില്ലെന്ന് ഭരണപ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലൈൻമാൻ, സൂപ്പർവൈസർ, ഓവർസിയർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവെന്നുള്ള ഉത്തരവ് ഇപ്പോൾ KSEB പാലിക്കുന്നില്ലെന്നും യോഗത്തിൽ ആക്ഷേപമുണ്ടായി. ആക്ഷേപങ്ങളില്ലാതെ മെയിൻ്റനൻസ് നടത്തിയിരുന്ന പഴയ കരാറുകാരനെ മാറ്റി പുതിയ ആൾക്ക് കരാർ നടത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മീഡിയ ടൈം, ചാലക്കുടി.